ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു, 31 പിള്ളേർ അവരുടെ കയ്യിൽ ആയുധങ്ങളുമായി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. എല്ലാം കിറങ്ങിയാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ കുറച്ച് സഹോദരന്മാരുമുണ്ട്. നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആ സഹോദരന്മാരോട് അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ ഇവരുടെ ഇടയിലോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഡോക്ടർ മാത്യു കുരുളൻ. അപ്പം എന്തിനാന്ന് ചോദിച്ചാൽ, ഡോക്ടർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അവർക്കൊരു ബഹുമാനം തോന്നിക്കോട്ടെ എന്ന് വെച്ചു. എനിക്ക് അവരുടെ കണ്ണുകൾ കണ്ടപ്പോളെ മനസ്സിലായി, ഒറ്റ എണ്ണം വെളിയില്ല, എല്ലാം തിളങ്ങുന്നുണ്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന ആള്. ഞാൻ ഒരു പയ്യന്റെ തോളയിലോട്ട് കൈയിട്ട് പറഞ്ഞു, മോനെ എന്നാ ഉണ്ട് വിശേഷം? നിങ്ങളുടെ പ്രായക്കാരിലുള്ള മക്കൾ എനിക്കുണ്ട്. ഞാൻ ഈ തോളെ കൈയിട്ട പയ്യൻ കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവര് 31 പിള്ളേരാണ്, എല്ലാം ഒരു 20 വയസ്സ് 18 വയസ്സ്. ഞാൻ താമസിച്ച ഇടത്ത് ഇത്ര മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ താമസിക്കുന്ന ഇന്ന സ്ഥലത്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നാളെ രാവിലെ എന്നെ കാണാൻ പറയാം, എൻ്റെ പേര് മറക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചൊന്നുമില്ല, കൂടെ നിന്നു. ചിലരൊക്കെ അലക്ഷ്യമായി നിന്നു. ഈ പയ്യൻ മാത്രം കരഞ്ഞു. പിറ്റേ ദിവസമാണ് മനസ്സിലായത്, രാവിലെ ഞാൻ താമസിച്ച സ്ഥലത്ത് ഇവരെല്ലാം ബൈക്കുമായി വന്നു. കൂട്ടത്തിൽ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. ഈ ഒരു പയ്യന്റെ അപ്പൻ ജയിലിൽ ആത്മഹത്യ ചെയ്തു. ആ പയ്യന്റെ തോളയല്ല ഞാൻ കൈയിട്ട്. നടന്ന സംഭവം ഞാൻ പറഞ്ഞു. ആ രാത്രി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി, ഭക്ഷണം കഴിച്ച്. അമ്മ തയ്യൽക്കാരി തയ്ച്ച് വീട് പോറ്റുന്നു. പക്ഷെ ഈ പയ്യനെ ഡ്രഗ്സിലായി, കഞ്ചാവ് തുടങ്ങി. പിന്നെ കഞ്ചാവ് കൊടുക്കുന്നവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ ആവശ്യത്തിന് 18 കേസുണ്ട്, 8 കേസ്. ഇപ്പോൾ അവർ കൂടുതൽ കേസിൽ പെടുത്തുക. ഞാനതാ പറഞ്ഞത്, ഇത് തരുന്നവരുടെ ലക്ഷ്യം നിങ്ങളെ കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നുമല്ല. അന്ന് രാത്രി ഈ പയ്യനൊന്നും കഴിക്കാതെ കിടന്നപ്പോഴേ അമ്മ വിചാരിച്ചു രാത്രി എന്തോ കുഴപ്പത്തിന് പോകാൻ പോവാ. ആ സ്വന്തം അമ്മ മകനെ കൊല്ലാൻ ആയിട്ട് ഒരുങ്ങുവാന്ന് ഓർത്തെ ആ കത്രിയെ വെച്ച് കുത്തി കൊല്ലണം. അതായിരുന്നു മനസ്സിന്റെ മനോഭാവം. ഇപ്പോൾ ചാടി ഈ പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞില്ല, ഞാനൊരു അങ്കിളിനെ കണ്ടു, ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു, നാളെ ഇവിടെ വരെ ഒന്ന് പോകണം. അങ്ങനെ ഈ കുടുംബങ്ങൾ മുഴുവൻ ഈ പിള്ളേരെല്ലാവരുമായിട്ട് വന്നു. ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുന്നത്. ഈ മുഴുവൻ പിള്ളേർക്കും ക്രിമിനൽ കേസ്, എല്ലാവരെയും പെടുത്തിയതാണ്. അവരുടെ പേരുകൾ ഒറിജിനൽ പേരുകളല്ല. ഇത് ഞാനെങ്ങും പ്രസംഗിക്കാറില്ല. പക്ഷെ ഞാൻ ഇത് ആദ്യമായിരിക്കും ഒരു പൊതു സദസ്സിൽ അല്ലെങ്കിൽ ഇന്നർ ചേംബറിൽ ഇത് പറയുന്നു. കുഞ്ഞുങ്ങളെ തുടരുത്. ഇത് തരുന്നവരുടെ ലക്ഷ്യം നല്ലതല്ല. പൈസ കണ്ട് മോഹിക്കരുത്. പെട്ടെന്നുള്ള ഉയർച്ചകൾ അപകടമാണ്. പതുക്കെ ഉയർന്നാൽ മതി. ദൈവരാജ്യം കടുകുമണി പോലെയാണ്. നട്ടാൽ പിറ്റേ ദിവസം കടുകുമണി വൃക്ഷമാകത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, വളർച്ചയുണ്ട്, പന്തലിക്കും, ഉയർച്ച പ്രാപിക്കും, അനുഗ്രഹിക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഉയർന്നാൽ മതി, അല്ലാത്ത വളഞ്ഞ വഴികളിൽ പോകരുത്. പലരും ഉപദേശിക്കാൻ കണ്ടേക്കാം, ലോകപ്രകാരം കുറച്ചു വളഞ്ഞ വഴിയും കൂടെ വേണ്ട, ഒരു വഴിയും വേണ്ട, ഞാൻ തന്നെ വഴിയാന്ന് പറഞ്ഞ യേശുവിന്റെ പുറകെ നിന്നു. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ കൂടുതൽ സ്നേഹിക്കാം. അപ്പനും അമ്മമാരോടും പറയാം, നിങ്ങൾ വീട്ടിൽ അലോഹ്യം കാട്ടരുത്. ഒരു കുഞ്ഞ് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് തല്ലി നശിപ്പിക്കരുത്. വീട്ടിൽ വരുമ്പം സ്നേഹത്തോടെ സംസാരിക്കണം, സ്നേഹത്തോടെ ഇടപെടണം. അവർക്ക് നേരെയാകാൻ പറ്റും. അവരുടെ അവസാനത്തെ ആ കച്ചിത്തുറുമ്പ കുടുംബം, അപ്പനും അമ്മയും, സഹോദരനും സഹോദരിയും തള്ളിക്കളയരുത്. സ്നേഹിച്ചാൽ മതി, ഇതെല്ലാം മാറും. നമുക്ക് അവർക്ക് വേണ്ടി ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അധികാരമെടുക്കുക. ലോകവ്യാപകമായി ഇന്ന് ഈ ദിവസം ഓർക്കുകയും ചെയ്യും. പലതും ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തി സഭയ്ക്ക്. അധർമ്മമൂർത്തികൾ വെളിപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് സഭയിലൂടെയാണ്. ആകയാൽ ദൈവരാജ്യത്തിന്റെ ശക്തി വ്യാപരിച്ച് യേശുവിന്റെ നാമത്തിൽ എല്ലാ വിധമായ ഡ്രഗ്സും
അത് കച്ചവടം ചെയ്യുന്നവരും ആയിക്കോട്ടെ, അതിനെ പുഷ് ചെയ്യുന്നവരായിക്കോട്ടെ, അവർ തിരിച്ചറിയുന്ന നിലയിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമനപ്പെടുന്നു. അത് നീക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ അനുവദിച്ചാലേ ഇത് അനുവദിക്കപ്പെടുന്നു. ഞങ്ങളിത് അനുവദിക്കുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ. ഇതിനകത്ത് പെട്ടുകിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ആസക്തിയിൽ നിന്നും അവർ വെളിയിൽ വരട്ടെ, സുബോധം വരട്ടെ. അവരേത് നിലയിലാണ് താഴോട്ട് പോകുന്നതെന്ന് ഉള്ള സുബോധം വന്ന് മക്കൾ അപ്പനും അമ്മമാരുടെ കൂടെ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ പ്രാരംഭ സമയം തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രയാസപ്പെട്ടിരിക്കുന്ന അപ്പനും അമ്മമാർക്കും വേണ്ടി പരിശുദ്ധാത്മാവെ ആശ്വസിപ്പിക്കണം. അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം കണ്ടെത്തണം. അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ, കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അവരെ ഞാൻ പഠിപ്പിക്കും. ക്രിസ്തുയേശുവിലായിരിക്കുന്ന ദൈവരാജ്യത്തിലിരിക്കുന്ന അപ്പനും അമ്മമാർക്കും ആ ഉറപ്പും ധൈര്യവും ഇന്ന് രാത്രി കർത്താവ് നൽകണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.